നബവി ഇമാമിന്റെ കിതാബിൽ അങ്ങനെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടാനോ ഇസ്തിഗാസ ചെയ്യാനോ പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ അല്ല എങ്കിൽ നബവി ഈലാഹില്, നബവി അദ്കാറില്, നബവി ശറഹ് മുഹദ്ദബില് ഇവിടെയൊക്കെ എഴുതി നബിയുടെ ഖബറടിക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന് എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടി? തേടാന്നോ? നബവി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാന്നോ? നേരെ മറിച്ച് അദ്ദേഹത്തെ ശറഹുൽ മുഹദ്ദബിലും അദ്ദേഹത്തിന് അൽ അദ്കാർ എന്ന കിതാബിലുമൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകൾ മദീനയിൽ നബി തങ്ങളെ ഖബർ സന്ദർശിക്കാൻ വരുന്നുവെങ്കിൽ അവിടെ പാലിക്കേണ്ട മര്യാദകൾ പറയുന്നുണ്ട്. ആ പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, അവിടെ വന്ന് നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന ഒരാൾ വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി വമിൻ അഹ്സനി മാ യുഖാലു മാ റവാഹുൽ മാവർദിയു വൽ ഖാദി അബു ത്വയ്യിബ് അനിൽ ഉത്ബി മുസ്തഹ്സിനഹു എന്ന് പറഞ്ഞുകൊണ്ട് നബവി ഇമാം റഹിമഹുല്ലാ അവിടെ പരാമർശിക്കുന്നു. അഥവാ അവിടെ വരുന്ന ഒരാൾ തൻ്റെ കാര്യത്തിൽ നബിയെ അവൻ തവസ്സുലാക്കണം എന്നൊരു വാക്ക് അവിടെയുണ്ട്. നബിയെ തവസ്സുലാക്കണം. നബിയെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക എന്നാണോ? അത് നബി ഇമാം പറഞ്ഞിട്ടില്ല. നബിയെ തവസ്സുലാക്കണം. അതെങ്ങനെയാണ്? എങ്ങനെയുമാവാം. അനുവദിക്കപ്പെട്ട വഴിയുണ്ട്. ഒരാൾ മദീനയിൽ വരുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്ന, അല്ലാഹുവേ നിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് ഞാൻ തേടുന്നു റബ്ബേ. അയാൾ നബിയെ തവസ്സുലാക്കി. വാസ്തവത്തിൽ മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതും നമ്മുടെ പണ്ഡിതർ ചർച്ച ചെയ്തതും എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നവവി എന്നിവർ സഹായം ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന വിഷയത്തിൽ മാത്രമാണ്. ഈ ഹദീസിനെ കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ്. നമുക്കെന്താ, അഹ്മദ് ബിൻ ഹംബൽ ദുർബലമായ ഒരു ഹദീസ് എടുത്ത് അമൽ ചെയ്താൽ എങ്ങനെ അത് വ്യാഖ്യാനിക്കും? എന്തിനു വ്യാഖ്യാനിക്കണത്? ഇമാം നവവി ദുർബലമായ ഒരു ഹദീസ് എടുത്തിട്ട് അത് ചെയ്തെന്ന് പറഞ്ഞ് എന്തിനു വ്യാഖ്യാനിക്കണം? അങ്ങനെയാണെങ്കിൽ ഇമാം നബിയുടെ ഈലാഹ് എടുക്ക്, ഇമാം നബിയുടെ അദ്കാർ എടുക്ക്, ഇമാം നബിയുടെ ശറഹ് മുഹദ്ദബ് എടുക്ക്. റസൂലുള്ളാഹിന്റെ ഖബറടിക്ക് ചെന്നിട്ട് യാ ഖൈറ മൻദൂഫിനത്ത് ബിൽ കായി അഅ്ളുമുഹു ഫത്വബ മിൻ തീബിഹിന്നൽ കാഉ വൽ ലകമു നഫ്സിൽ ഫിദാഉ ലി ഖബറിൻ അന്ത സാകിനുഹു ഫീഹിൽ അഫാഫു വ ഫീഹിൽ ജൂദു വൽ കറമു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് പാടണം, അത് നല്ലതാണ് എന്ന് പറഞ്ഞ ആളാണ് നവവി. നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കോ? അതെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? നബിയെ തവസ്സുലാക്കുക എന്ന് പറഞ്ഞാൽ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുക എന്നാണോ? അത് നബി ഇമാം പറഞ്ഞിട്ടില്ല. നബിയെ തവസ്സുലാക്കണം. അതെങ്ങനെയാണ്? എങ്ങനെയുമാവാം. അനുവദിക്കപ്പെട്ട വഴിയുണ്ട്. ഒരാൾ മദീനയിൽ വരുന്നു, റബ്ബിനോട് ദുആ ചെയ്യുന്ന, അല്ലാഹുവേ നിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്, അതുകൊണ്ട് ഞാൻ തേടുന്നു റബ്ബേ. അയാൾ നബിയെ തവസ്സുലാക്കി. റബ്ബേ നിന്റെ നബിയുടെ ഖബർ സന്ദർശിക്കാനാണ് ഞാൻ വന്നത്, ഖബർ സിയാറത്ത് സുന്നത്താണല്ലോ, ആ സുന്നത്തായ കർമ്മം വെച്ച് ഞാൻ ചോദിക്കുന്നു റബ്ബേ. നബിയെ തവസ്സുലാക്കി. നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കോ? അതെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? നബിയോട് തേടണമെന്നോ നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടണമെന്നോ അദ്ദേഹം അവിടെ പരാമർശിച്ചിട്ടില്ല. അങ്ങനെ അല്ല എങ്കിൽ നബവി ഈലാഹില്, നബവി അദ്കാറില്, നബവി ശറഹ് മുഹദ്ദബില് ഇവിടെയൊക്കെ എഴുതി നബിയുടെ ഖബറടിക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന് എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടി? തേടാന്നോ? നബി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാന്നോ?